നമ്മുടെ നൃത്തം കൊണ്ട് എന്താണ് പ്രയോജനം അപ്പാർട്ട് ഫ്രം ദി ഫൈനാൻഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഫാക്ടേഴ്സ്? ഒന്ന്, ഇറ്റ് ക്യാൻ ആഡ് ടു യുവർ ഹെൽത്ത്. റിസർച്ച് പേപ്പറാണ്, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. കാർഡിയോ വാസ്കുലർ ബെറ്റർമെൻറ്റിന്, ഹെൽത്തിന് നൃത്തം വളരെയധികം സഹായിക്കും. എന്ന് മാത്രമല്ല, മിഡിൽ ഏജ് കഴിയുമ്പോൾ ജോയിൻസ് വിൽ ബി സ്ട്രോങ്. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം റെഗുലറായിട്ട്. യു ഹാവ് ടു പ്രാക്ടീസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത് പ്രോപ്പർലി അപ്പാർട്ട് ഫ്രം ഡാൻസ്. അപ്പോൾ അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ബെറ്റർ യുവർ ഹെൽത്ത്. അതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് സൗന്ദര്യം, ബ്യൂട്ടി ഫാക്ടർ. വെൻ യു ആർ ഡാൻസിങ് ഓർ ഡാൻസിങ് പ്രാക്ടീസ് എവറി ഡേ, യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫിഗർ ആൻഡ് യു വിൽ ബി റെക്കഗ്നൈസ്ഡ്. അതാണ്, നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടും. രണ്ടാമത്തെ കാര്യം, യു ആർ ഫൈൻഡിങ് എക്സ്പ്രഷൻസ് ഓൺ ദി ഫേസ്. എപ്പോഴും മുഖത്ത് നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ടാകണമല്ലോ ഡാൻസിന്. ആൻഡ് യു വിൽ ഡെവലപ്പ് ആൻ ഇമോട്ടീവ് ഫേസ്. ഇമോട്ടീവ് ഫേസ് വെച്ചാൽ എമോഷൻ നിറഞ്ഞ ഒരു മുഖം കിട്ടും. അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെയാണ്. നമ്മൾക്ക് ശരിക്കും അടിസ്ഥാനപരമായിട്ട് വലിയ സൗന്ദര്യമൊന്നും വേണമെന്നില്ല. വെൻ യു ഹാവ് എൻ ഇമോട്ടീവ് ഫേസ്, യു വിൽ ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി അട്രാക്റ്റീവ് ആൻഡ് വെരി ഇംപ്രസീവ് ടു ബി accepted by others. Classic example is Manju Warrier and Sai Pallavi. Probably you know, when you watch them, not their beauty, we feel that they are very beautiful because of their dance and the expressions on the face. രണ്ടാമത്തെ കാര്യം, the grace that you get. നമ്മുടെ ഒരു ഗ്രേസ് ഉണ്ട്. ബിക്കോസ് താളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ശരീര ചലനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു താള നിബദ്ധത അവരുടെ ചലനങ്ങൾക്കൊക്കെ ഉണ്ടാകും. എവിടെ ചെന്നാലും, ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാലും, they will be very beautiful and very impressive. They can attract the interview board totally എന്നുള്ളതിൽ യാതൊരു സംശയവുമുണ്ട്. അപ്പം നൃത്തത്തിൻ്റെ പ്രസക്തി ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൽ ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രവൃത്തി നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഡാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രവൃത്തി ഡാൻസർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം ലിറിക്സിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നു, ആ മീനിങ്ങിന് അനുസരിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ഓൺ ദി ഫേസ് ആൻഡ് ബോഡി ലാംഗ്വേജിൽ വരുത്തുന്നു. അത് താളനിബദ്ധമായിരിക്കണം അക്കോർഡിംഗ് ടു ദി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്. ഇത്രയധികം കാര്യങ്ങൾ, അത് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തൊരു ഡാൻസർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് ന്യൂറൽ പ്രോസസ് വിൽ ബിക്കം പെർഫെക്റ്റ്. എന്ന് മാത്രമല്ല, അക്കാഡമിക്സിലും അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുവാൻ കഴിയും. അക്കാഡമിക്സ്, പലരും പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഡാൻസ് വേണ്ട എന്ന് പറയും. ശരിയല്ല. ഈവൻ ജസ്റ്റ് ബിഫോർ ദി എക്സാമിനേഷൻ യു ക്യാൻ ഗോ ഫോർ ഡാൻസ് സോ ദാറ്റ് ദി ന്യൂറൽ ആക്ടിവിറ്റീസ് വിൽ ബി പെർഫെക്റ്റ് ആൻഡ് യുവർ മെമ്മറി പവർ വിൽ ഇംപ്രൂവ്. അക്കാഡമിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാസ്പിംഗ്, റിട്ടൻഷൻ ആൻഡ് റിട്രീവൽ. ഈ മൂന്ന് ഫംഗ്ഷനും നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഡാൻസ് ആൻഡ് ഓൾസോ ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക് ഓർ ഹിന്ദുസ്ഥാനി, വാട്ട് എവർ യു പ്രിഫർ. അപ്പോൾ സംഗീതത്തിൻ്റെയും ക്ലാസിക്കൽ സംഗീതത്തിൻ്റെയും ക്ലാസിക്കൽ ഡാൻസസിൻ്റെയും പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. വെൻ യു ഗോ ടു യൂറോപ്യൻ കൺട്രീസ്, യു ക്യാൻ സീ ആംപിൾ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ക്ലാസിക്കൽ ഡാൻസ് ഫ്രം കേരള, ആൻഡ് they are actually managing very well and spreading the greatness and glory of our classical dances, and through that they are spreading the glory of Bharat.